ആലപ്പുഴയിലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്താൻ കഴിയാതെ പോയതിൽ അന്വേഷണം തുടരുന്നു. ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇന്ന് കുഞ്ഞിനെ പരിശോധിക്കും. രാവിലെ ഡിഎംഒ ഓഫീസിൽ കുഞ്ഞിനെ എത്തിക്കാൻ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ 2 ഗൈനക്കോളജിസ്റ്റുകളെയും ലാബിലെ 2 ഡോക്ടർമാരെയും പ്രതി ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘു, വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത് എന്ന് നമ്മൾ ഇത്തരം ചികിത്സാ പിഴവുകളുടെ ഒക്കെ ഘട്ടത്തിൽ പറയാറുണ്ട്. പക്ഷേ അപ്പോഴും ഇവരിൽ ആർക്കാണ് മതിയായ ശിക്ഷ കിട്ടി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്? പല സാഹചര്യങ്ങളും ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് ഇവർ ഇതിൽ നിന്നൊക്കെ ഊരിപ്പോരുന്ന കാഴ്ചയും ഈ ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കാതിരിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. ഈ സന്ദർഭത്തിൽ തന്നെ കുഞ്ഞിനെ ഡിഎംഒ ഓഫീസിലേക്ക് എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുന്നു. കുഞ്ഞുള്ള ഇടത്തേക്ക് വന്ന്, അല്ലെങ്കിൽ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞിനെ അങ്ങോട്ടേക്ക് പോയി കണ്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ, അന്വേഷണം നടത്താൻ ഇവർക്കാവുന്നില്ലേ? ഒരു പക്ഷേ കുഞ്ഞിനെ ഡിഎംഒ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് അവിടുത്തെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് ഒരു പക്ഷേ പരിശോധിക്കാൻ വേണ്ടിയായിരിക്കാം. വീട്ടിലേക്ക് ചെന്നാൽ അതിനൊക്കെയുള്ളൊരു സംവിധാനവും ബുദ്ധിമുട്ടുമൊക്കെ, സ്ഥല സൗകര്യത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം കുഞ്ഞിനെ ഡിഎംഒ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. മൂർത്തി പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു സംശയം രാവിലെ നമ്മുടെ ക്യാമറമാൻ ബോണിയും പ്രകടിപ്പിച്ചുള്ളൂ. കാരണം ഈ കുഞ്ഞിനെ, ഇത്രയും വൈകാത്തൊരു കുഞ്ഞിനെ വീട്ടിൽ വന്നല്ലേ നോക്കേണ്ടത്, ആശുപത്രിയിൽ കൊണ്ടുപോകണോ എന്നുള്ളൊരു സംശയം ബോഡി. എന്തായാലും ഒരു പക്ഷേ ഇതായിരിക്കാം. ഈ ആശുപത്രിയിലാകുമ്പോൾ എക്യുപ്മെൻറ്റ്സും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഡിഎംഒ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. എന്തായാലും അതിഗുരുതരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. മുൻപ് പലതവണ ഇതിന് സമാനമായ രീതിയിൽ ചികിത്സാപ്പിഴവ് ഉണ്ടായപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഇതേപോലെ തന്നെയാണ്. നടപടി ഉണ്ടാകും, കർശന നടപടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നതല്ലാതെ ഈ ഡോക്ടർമാരുടെ ഈ ഒരു സംവിധാനത്തിനെതിരെ സംസാരിക്കാനോ നടപടിയെടുക്കാനോ മന്ത്രിക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. എന്ത് തന്നെയായാലും ഒരു പക്ഷേ ചിലപ്പോൾ ചികിത്സാപ്പിഴവല്ലായിരിക്കാം, പല പരാതികളും ചിലപ്പോഴെങ്കിലും ചികിത്സാപ്പിഴവല്ലായിരിക്കാം. എങ്കിൽ പോലും ഈ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും അന്വേഷണമോ അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിശദീകരണമോ നൽകാൻ പോലും ഇവർ തയ്യാറല്ല. ഇവർ നിയമത്തിന് അതീതരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി സംരക്ഷണ നിയമമൊക്കെ ഉണ്ട്. ഇവരോട് എന്തെങ്കിലും ചോദിച്ചാൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന രീതിയിലേക്കുള്ള വലിയ നിയമമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സംരക്ഷണം, അതിൻ്റെയൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി, അതിൻ്റെയൊക്കെ ഒരു പ്രതിരോധം ഈ ഡോക്ടർമാർക്കും ആ സംവിധാനത്തിനുമുണ്ട്. ഇത്തരത്തിൽ അതിസാധാരണക്കാരായ മനുഷ്യർക്ക് ജീവൻ നഷ്ടമാകുന്നു. അതിസാധാരണക്കാരായ മനുഷ്യരുടെ പല കാര്യങ്ങളും സർക്കാർ സംവിധാനം മുഴുവൻ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മൾ തമ്മിൽ ഇതുപോലെ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സന്ദർഭത്തിലെല്ലാം ഈ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്ന ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ അതിൽ നിന്നൊക്കെ ഊരിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നേരത്തെ രഘു പറഞ്ഞതുപോലെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധം തീർക്കാനാവാത്തത് സാധാരണ പൊതുജനങ്ങൾക്ക് മാത്രമാണ് അല്ലെ? അർത്ഥമാറിയ പണി അതേ മോദി, ആലപ്പുഴയിൽ തന്നെ മെഡിക്കൽ കോളേജിനെതിരെ ആയാലും ഒപ്പം തന്നെ ഈ കടപ്പുറം ആശുപത്രിക്കെതിരെ തന്നെ ധാരാളം പരാതികൾ ഉയർന്നു. എന്ന് മാത്രമല്ല, ഈ ചികിത്സാ പിഴവിനെ പറ്റി നമ്മൾ തന്നെ 2 or 3 തവണ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പരമ്പര ചെയ്യുകയും ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് ബ്യൂറോയിലായിരുന്ന സമയത്ത് അവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പനിക്ക് പോയ ഒരു യുവാവിനുണ്ടായ അനുഭവം. അവൻ്റെ ദേഹം മുഴുവൻ പൊള്ളി വരുന്ന, അവൻ്റെ നിറം മാറുന്ന അത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവൻ ഇപ്പോഴും അവിടെ ഈ 18ാമത്തെ വയസ്സിലാണ് അവന് അത്തരത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ എന്നെക്കാളും മൂത്ത 40-40 വയസ്സോളമായി. അപ്പോൾ അങ്ങനെ പല ആളുകളുടെയും ജീവിതം, കോഴിക്കോട് തന്നെ ജീവിക്കുന്ന രക്തസാക്ഷിയുണ്ട്. വയറ്റിൽ നിന്ന് കത്രിക കണ്ടെടുത്തിട്ട് പോലും, അവർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്തിട്ട് പോലും ഇതുവരെ ആ കുടുംബത്തിന് പോലും നീതി ലഭിച്ചിട്ടില്ല. ആരോഗ്യമന്ത്രി ഇരയോടൊപ്പമാണെന്ന് ആവർത്തിച്ച് പറയുന്നതല്ലാതെ
കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ വേണ്ടിയുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു എന്താ അങ്ങനെ ഒരു പക്ഷേ ഇവർ അമാനുഷികരോ വല്ലതും ആയിരിക്കാം, നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ട് പോലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി അതായത് ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പം ഭരണകൂടമാണ്, സ്റ്റേറ്റ് ആണ്, സർക്കാരാണ്, അവർക്ക് പോലും അതിനെതിരെ നടപടി എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ കടപ്പുറം ആശുപത്രിയിൽ ഉണ്ടായ സംഭവത്തിൽ 2 അന്വേഷണമാണ് ആരോഗ്യവകുപ്പിന്റെ രീതിയിൽ നടത്തുന്നത്. ഒന്ന്, ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം. 2, ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ MLAയും DMOയും ഒക്കെ ചേർന്നൊരു യോഗത്തിൽ അടിയന്തര യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ രഘുലേക്ക് ഞാൻ അടിസ്ഥാനത്തിൽ മടങ്ങി വരാം. കൂടുതൽ വിവരങ്ങൾക്കായി ഏതായാലും ഇന്ന് DMO ഓഫീസിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട് വിദഗ്ധ പരിശോധനകൾക്കായി.